ഒത്തിരി ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല. കാരണം ശരിക്കും എന്റെ ലൈസൻസ് കട്ടായ, അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് ഇപ്പത്തിരുന്ന് വണ്ടി ഓടിക്കണത്. നീയാണ് സത്തുന്റെ ഡ്രൈവർ. ഇതേപോലത്തെ ഒരു ഗേൾഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണ്ടേ? അങ്ങനെ നമ്മുടെ സഞ്ജു ടെക്കിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോമഡിയാണ് മക്കളെ. സഞ്ജു ടെക്കിക്ക് എന്താന്ന് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരന് ഒരു ദിവസം കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കളിച്ചതാണ്. അതെടുത്ത് നേരെ യൂട്യൂബിലിട്ട് MVD പൊക്കി. അതിനൊരു ചിന്ന പണിഷ്മെന്റും കൊടുത്ത്. എന്താണ് ആ പണിഷ്മെന്റ്? ഒന്ന് മലപ്പുറം വരെ പോകണം, ഒരു ഗ്ലാസ് അറ്റൻഡ് ചെയ്യണം, വരണം, അത്രേ ഉള്ളൂ. ചെറിയൊരു പണിഷ്മെന്റ്. പുള്ളിക്കാരൻ അത് മര്യാദയ്ക്ക് ചെയ്ത് പോന്നാൽ മതി. പുള്ളിക്കാരൻ എന്താക്കി, അത് വെച്ച് വലിയ ഷോ ഓഫ് അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി. കാരണം ഈ MVD പൊക്കിയ വാർത്ത അത്യാവശ്യം ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞാൻ ഫേമസ് ആയേ, എന്നെ ലോകം അറിഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു. സഞ്ജു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് ന്യൂസ് ചാനൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്താക്കി, അതൊക്കെ വെച്ച് BGM കയറ്റി സ്വന്തം ചാനൽ അങ്ങ് ഇട്ട്. പിന്നെ ഉണ്ടായ പുകൽ എന്താണെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. പോലീസുകാർ ഒന്നും കൂടെ വകുപ്പ് കടുപ്പിച്ച് നേരെ ഹൈക്കോടതിക്ക് ഒരു കത്തയച്ച് ഹൈക്കോടതി ഹർജി സ്വീകരിച്ച് ആ ഹർജി പ്രകാരം പുള്ളിക്കാരന്റെ ലൈസൻസും കട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? ഷോ ഓഫ് കാണിക്കാൻ പോയതാണ്. ഇപ്പൊ ഉള്ള ഷോയും കൂടെ അങ്ങ് പോയി കിട്ടി. എന്തായാലും ഇപ്പൊ ലൈസൻസ് ഇല്ലാണ്ട് ചൊറിയും കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ സഞ്ജുവിന്റെ. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടും സഞ്ജുവിന്റെ ഒരു ഷോ ഓഫിന് ഒരു കുറവില്ല മക്കളെ. ലൈസൻസ് പോയാലെങ്കിൽ മനുഷ്യന്മാരൊന്നും അടങ്ങുക അതില്ല. പിന്നെ മറ്റാളുടെ അടുത്ത ഷോ ഓഫ് എന്താണെന്ന് അറിയോ? ലവറും കൂട്ടിക്കൊണ്ടുള്ള ഷോ ഓഫ്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. കുറെ നാൾക്ക് ചോദിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് ഇപ്പൊ വന്ന് നിൽക്കണത് പണ്ടെപ്പോഴും വരുവാന്ന്. പക്ഷെ ഇപ്പൊ ഭയങ്കര കുറെ പ്രോബ്ലംസ്. ലൈക്ക് എനിക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റത്തില്ല. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. അപ്പൊ സ്വത്ത് എന്റെ ഒരു സ്ഥലത്ത്, ആക്ച്വലി സ്വത്തല്ല, ഞാനാണ് എന്റെ സ്വത്തിനെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ സ്വത്ത് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഗൈസ്. എന്താ സ്വത്തിന്റെ ഒരു സന്തോഷം. പറ്റി എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഗൈസ് നോക്കെ. പിന്നെ സഞ്ജുനോട് പറയാനുള്ളത്, ഡ്രൈവിംഗ് ടെസ്റ്റ് പൊട്ടിയിടുന്നല്ലോ ലൈസൻസ് കിട്ടാത്തത്. ഊളത്തരം കാണിച്ച് കിട്ടിയ ലൈസൻസ് കൊണ്ട് തൊലച്ചതല്ലേ. അനുഭവിച്ചോ? അവനവൻ ചെയ്തത് അവനവൻ അനുഭവിക്കുക തന്നെ വേണം. അതിൽ യാതൊരു സംശയവും ഇല്ല. കിട്ടേണ്ടത് കിട്ടുമ്പോ തോന്നേണ്ടത് തോന്നാൻ ഒരു അല്പസമയം നല്ലതാ അല്ലെ. ബാക്കിയാണ് നോക്കാം. ഒത്തിരി ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല. ഇവിടെ ഷർട്ടിന് വല്ല സ്മെല്ലുണ്ടോ നോക്കി നോക്കി. റൊമാൻസ് ഇപ്പൊ ആടുന്നു. ലൈസൻസ് പോരെന്താ, സ്വത്തിനായിട്ടുള്ള റൊമാൻസിൽ ഒരു കുറവുമില്ല. വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. സഞ്ജുവിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ സഞ്ജു ആരും അറിയാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാണ്ട് കാറൊക്കെ എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. നാട്ടിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഇപ്പൊ സഞ്ജുവിനെ അറിയാം. അമ്മാതിരി ഷോഫല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ലൈസൻസ് ഇല്ലാണ്ട് കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. ആരെങ്കിലും ഒക്കെ കാണും, MVDക്ക് ഇൻഫർമേഷൻ കൊടുക്കും, പണി കിട്ടും, അത്ര തന്നെ. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പുടിക്കയൊക്കെ നോക്കായിരുന്നു. അങ്ങനെ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ അറിവ് തന്നെയുണ്ട്. ലൈസൻസ് എടുക്കാതെ വണ്ടി ഓടിച്ചിടുന്ന എത്രയോ ആൾക്കാർ. അവരൊക്കെ കുറെ കഴിഞ്ഞിട്ട് തോന്നിയപ്പോഴാണ് ലൈസൻസ് എടുത്തത്. അങ്ങനെ പോലും ഇപ്പൊ സഞ്ജുവിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥ അല്ലേ. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ബാക്കി കണ്ടോക്കാം. കാരണം ശരിക്കും എന്റെ ലൈസൻസ് കട്ടായ, അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് ഇപ്പത്തിരുന്ന് വണ്ടി ഓടിക്കണത്. നീയാണ് സത്തുന്റെ ഡ്രൈവർ. ആ കണ്ണീര് തുടച്ചിട്ട് പാടും. സാധാരണ സ്വന്തം ലൈസൻസ് പോയി കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും സങ്കടപ്പെടാറാണ് പതിവ്. ഇത് സന്തോഷിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതെല്ലാം ഒരു പുറമെയുള്ള അഭിനയം അല്ലേ സഞ്ജു? ക്യാമറ ഓഫ് ആക്കിയിട്ട് വേണമെന്ന് കരയാന്. ഇത്രയും ഷോ ഓഫ് കാണിച്ചിരിക്കും. ഇതിനെ സങ്കടിഞ്ഞപ്പോ ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലെ സഞ്ജു? എല്ലാം കയറി വന്ന് പെണ്ണിന്റെ ഐശ്വര്യം. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. ബാക്കി കണ്ടോക്കാം. ഇതേപോലത്തെ ഒരു ഗേൾഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണ്ടേ? കാരണം ഞാൻ എവിടെ വിളിച്ചാലും എന്റെ ഗേൾഫ്രണ്ട് എന്നെ കാറി കൊണ്ടു. കാരണം എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്നില്ല. നല്ലോണം കൂടെ മുഴിപ്പിച്ചൊരു ഉമ്മ കൊടുക്ക്. ഇനിയിപ്പോ എങ്ങോട്ട് പോകണമെങ്കിലും സ്വത്തിനെ സോപ്പ് ഇടണം. അങ്ങനെ പറ. ഞാനിപ്പോ ഇങ്ങനെ സഞ്ജുവിന്റെ പഴയ കാലത്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. നീത് ഉണ്ടായിരുന്നപ്പോ അല്ലെ, ശരിക്കും പറഞ്ഞ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നീത് ഒരു ഐശ്വര്യമായിരുന്നു. നീത് വന്ന് കയറി വന്നതിന് ശേഷമാണല്ലോ ഒന്നില്ലാതെ എടുത്തൊന്നും സഞ്ജു നല്ലോണം യൂട്യൂബിലേക്ക് കയറി വന്നതും ഭയങ്കര റീച്ചിലേക്കൊക്കെ കയറി വന്നതൊക്കെ. മാത്രമല്ല കരിയറിൽ നല്ല രീതിയിൽ വളർച്ചയൊക്കെ സഞ്ജുവിന് ഉണ്ടായത് അപ്പോഴായിരുന്നു. നല്ല ഫാൻസ് ഉണ്ടായിരുന്നു. എന്ത് ഉളത്തരം കാണിച്ചാലും കൈ അടിക്കാനുള്ള ഫാൻസ് ഉണ്ടായിരുന്നു നീത് ഉണ്ടായിരുന്ന കാലത്ത് സഞ്ജുവിന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് നീത് സഞ്ജുവിന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് സഞ്ജുവിന്റെ കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ്. നീത് പോയതിനു ശേഷം സ്വന്തം യൂട്യൂബ് ചാനലിലെ റീച്ച് അങ്ങനെ കുത്തനെ കുറഞ്ഞ് ആൾക്കാർ നല്ല രീതിയിൽ തെറി പറയാൻ തുടങ്ങി. ഇപ്പൊ നീത് പോയി നന്നു കയറി വന്നതിന് ശേഷം ഉള്ള ഡ്രൈവിംഗ് ലൈസൻസും പോയി. ഇനിയിപ്പോ നീതുവിന്റെ ഉർവശി ശാപമാണ് ഇതിനെല്ലാം കാരണം ആർക്കറിയാം. ഇനിയിപ്പോ തൽക്കാലം ഐ എം എ ലവർ ഓൾസോ ഫൈറ്റർ ഓൾസോ
എന്ന് പറഞ്ഞിങ്ങനെ പാടി ആശ്വസിച്ചോ. വേറെ ഇപ്പൊ എന്ത് പറയാനാ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് മറ്റാൾ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് കണ്ടു നോക്കാം. എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും ഈ ഒരു നിയമം ഇങ്ങനെ ലംഘിക്കണം എന്ന് മനഃപൂർവ്വം ഉള്ളൊരു ഉദ്ദേശത്തിലൊന്നും അല്ല ഒരിക്കലും ഞാൻ ചെയ്തത്. ഇത്ര വലിയൊരു വിഷയമൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് ചെയ്യത്തില്ലായിരുന്നു. നിങ്ങളോട് ഒരിക്കലും ചെയ്യലുമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ലൈസൻസ് ഇപ്പൊ എന്റെ കട്ടായി അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പോയി കഴിയുമ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. നമ്മൾ കണ്ണുള്ളപ്പോ കണ്ണിന്റെ ഒരു വില അറിയത്തില്ലെന്ന് പറയത്തില്ല, അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ. വണ്ടി നമുക്കൊന്നും ഓടിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരു വ്യക്തി. എനിക്കെന്ന് പറഞ്ഞാൽ കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഭ്രാന്താണ്. അതാണ് വണ്ടിയൊക്കെ വാങ്ങിയിട്ടിരിക്കുന്നത് വീട്ടിൽ. പക്ഷെ ഇപ്പൊ ഇതെല്ലാം വാങ്ങിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഞാൻ ആലോചിക്കണതല്ലേ. ഇനിയിപ്പോ ആ വാങ്ങിച്ച കാറൊക്കെ എന്താക്കുന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ. തൂക്കി വിറ്റോ, അതായിരിക്കും നന്നാവുക. കിട്ടി വിലക്ക് ഇങ്ങോട്ട് വിറ്റ് ഒഴിവാക്കിയേക്ക്. അതല്ലാണ്ട് ഇനിയിപ്പോ ആ കാറിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവം, ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കന്നല്ലേ, വേറെ ഇപ്പൊ എന്ത് പറയാനാ. ബാക്കി പറഞ്ഞാട്ടെ. സത്യം പറയാലോ, എന്റെ വണ്ടി എനിക്കിപ്പോ അവിടെ ചുമ്മാ കിടക്കണാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു, എന്ത് രസമാണ് ആ വണ്ടി കാണാൻ. ഒന്ന് ഓടിക്കാൻ പറ്റിയിരുന്നല്ലൊക്കെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കൊതിച്ച് ആഗ്രഹിച്ചു പോകും. പക്ഷെ അത് ശരി, തൽക്കാലം ഒരു കാര്യം ചെയ്തു. വണ്ടി ഓൺ ആക്കിയിട്ട് വീട്ടുമുറ്റത്തുനിന്ന് ഫ്രണ്ട് എടുക്കുക, ബാക്ക് എടുക്കുക, ഫ്രണ്ട് എടുക്കുക, ബാക്ക് എടുക്കുക, അങ്ങനെ കളിച്ചോ. നമ്മുടെ കുട്ടികളൊക്കെ റിമോട്ട് കാർ വീട്ടിന്റെ മുറ്റത്തുനിന്ന് ഓടിച്ചടിക്കല്ലോ, അതേമാതിരി ചെയ്തോ. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, റോട്ടിൽ ഇറങ്ങിയാൽ പോയി, അതിൽ വേറെ വർത്താനല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുത്തി വെച്ചല്ലേ, അങ്ങോട്ട് അനുഭവിക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്താക്കാന്. ബാക്കി പറഞ്ഞാട്ടെ. ഇറ്റ്സ് ടു ലേറ്റ് നൗ. എന്റെ ഭാഗത്ത് തന്നെ ഒരു തെറ്റ്. ഈ സാധനം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എത്തത്തില്ലായിരുന്നു ഞാൻ. പക്ഷെ വേറെ സീൻ എന്താന്ന് വെച്ചാല്, ഈ ലൈഫ് ലോങ് കട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഇപ്പൊ വർക്കിനെ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ വ്ളോഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ ഞാൻ വണ്ടിയൊക്കെ കറക്റ്റ് സമയത്തൊക്കെ എത്തണതും പോകണമൊക്കെ കൊണ്ടാണ് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിലാണെങ്കിൽ, എന്റെ ജോബിനാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ ഇതിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാതിരാത്രി വണ്ടി ഒന്നും എടുത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ പാതിരാത്രി ഒരു ഡ്രൈവറിനെയൊക്കെ ആ സമയത്ത് സെറ്റ് ആക്കാനോ അങ്ങനെയൊന്നും പറ്റത്തോന്നില്ല. എന്റെ അച്ഛനോ അമ്മക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ചേട്ടൻ ഉണ്ട് വീട്ടിൽ, പക്ഷെ ഇടയ്ക്കൊക്കെ ചേട്ടൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു, വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ അമ്മയും അച്ഛനൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു എമർജൻസി രാത്രി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇതിനും എമർജൻസി ഒക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ എന്റെ വണ്ടിയിലൊക്കെയാണ്, എന്റെ അമ്മൂമ്മേനാണെങ്കിൽ എന്റെ വീട്ടുകാരൊക്കെ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട്. അത് പച്ചായ ഒരു സത്യമാണ്. ഇനിയിപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡ്രൈവർ ആരും കിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വയം വണ്ടി ഓടിച്ച് പോവന്നെ. കാരണം ഒരു ജീവൻ പടയുമ്പോൾ അവിടെ നമ്മൾ ലൈസൻസ് നോക്കുന്നുണ്ട് കാര്യമില്ലല്ലോ. പിന്നെ ജീവനെ കൊണ്ടുപോകുമ്പോൾ ഒരു പോലീസുകാരനും ചോദിക്കത്തില്ല നിനക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളത്. അമ്മാതിരി കണ്ണിച്ചോരില്ലാത്ത പോലീസുകാരൊന്നല്ല ഇവിടെ ഉള്ളത്. എല്ലാറ്റിനേക്കാളും വലുത് നമുക്ക് മനുഷ്യന്റെ ജീവനാണല്ലോ. പിന്നെ ഈ പേക്കുത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സഞ്ജു ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. സഞ്ജു കരുതി ഒരിക്കലും പൊക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പുലിവാല് വരുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്തായാലും നന്നായി, മറ്റുള്ളവർക്ക് ഇതൊരു പാഠാവട്ടെ. വണ്ടി എടുത്ത് ഷോ ഓഫ് കാണിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠാവട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. അദ്ദേഹം നിയമലംഘനത്തിന് പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അദ്ദേഹം നിയമലംഘനം നടത്തി കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, എനിക്ക് നന്നായി റേറ്റ് കൂടി ചെയ്യാൻ, എൻ്റെ റേറ്റിംഗ് 10,000 കൂടെ കൂടി, എൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടി, എന്നെ ലൈക്ക് ചെയ്യുന്നവരെ കൂടി ഒരു കാര്യമായി മറ്റൊരു തലമുറയെ നശിപ്പിക്കാൻ. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന അല്ലെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു തലമുറയെ ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹം പഠിപ്പിക്കാൻ മാതൃകയാണ്. ഇതൊരു മറുവശം ആ ചെറുപ്പക്കാരനും അറിയുന്നില്ല, നാട്ടിലുള്ളവരും അറിയുന്നില്ല. ഇതിന് പുറകിൽ സർക്കാരിന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എഴുതി തരികയാണ്, ഇയാൾ യൂട്യൂബിലൂടെ നിയമലംഘനത്തിൽ പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ED ഒരു പരാതി കൊടുത്താൽ PMLA ആക്ട് പ്രകാരം, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അതിലെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ കേസെടുക്കാം. യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടുണ്ടോ, സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും, ഇത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കും. പിന്നെ ഫലം ഇതാണ്, വലിയ ശിക്ഷ വരും. സർക്കാർ ഇത് മുഴുവൻ പിടിച്ചെടുക്കും. മാത്രമേ യൂട്യൂബിനെ അറിയിക്കും ഇയാളെ ബാൻ ചെയ്യണം, ഈ വ്യക്തിയെ ബാൻ ചെയ്യും. പിന്നെ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കും. PMLA ആക്ട് പ്രകാരം കേസെടുക്കാൻ വകുപ്പുണ്ട്. ആ കേസെടുത്താനുള്ള ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ED യൂട്യൂബുമായി ബന്ധപ്പെടും, നിങ്ങളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കും, നിങ്ങൾക്ക് ഇതുവഴി കിട്ടിയ മുഴുവൻ പണവും, ഇന്നുവരെ കിട്ടിയ മുഴുവൻ പണവും റിക്കവർ ചെയ്യും, ഗവൺമെൻറ്റിലേക്ക് പിടിച്ചെടുക്കും. അതിനുള്ള വ്യവസ്ഥ ഇന്ത്യയിലെ നിയമത്തിലുണ്ട്. അതെ, ആ വ്യവസ്ഥയെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ് ഇവിടെ ഗണേഷ് കുമാർ ഉദ്ദേശിച്ചത്. സംഭവം മനസ്സിലായല്ലോ. ഇനിയും സഞ്ജു ഷോ ഓഫ് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ യൂട്യൂബിലൂടെ ഉണ്ടാക്കിയ പൈസ മുഴുവനും ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. പിന്നെ ആ കയ്യിൽ വന്ന സ്വത്ത് മാത്രം ഉണ്ടാവും കയ്യിൽ, സമ്പാദിച്ച സ്വത്ത് മുഴുവനും ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സഞ്ജുവിന്റെ സ്വത്ത് വന്നപ്പോൾ ഉള്ള സ്വത്ത് മൊത്തം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. ഐ റിപ്പീറ്റ് അഗൈൻ, എല്ലാം കയറി വരുന്ന പെണ്ണിന്റെ ഐശ്വര്യം അല്ലേ. സഞ്ജുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്ന ഒരു പഴഞ്ചൊല്ലാണ്,
ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാലോ അതന്നെ. അതാണ് ഇപ്പൊ സഞ്ജുവിന്റെ അവസ്ഥ. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്, ഷോഫിനും ഒരു പരിധിയുണ്ട്. അതിനപ്പുറം അത് ലംഘിച്ചു കഴിഞ്ഞാണെങ്കിൽ പണി കിട്ടുകയെ ചെയ്യും. ഒരുപാട് നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർത്താണ് നമ്മൾ. അത്രേ എനിക്ക് പറയുള്ളൂ. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.